മദ്യം വ്യാപകമാക്കി പണമുണ്ടാക്കുവാനുള്ള ജനദ്രോഹ നടപടികളിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ ഉപവാസവേദി മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് ജോഷ ഇഗ്നാത്യോസ് ഉദ്ഘാടനം ചെയ്തു. എലപ്പുള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഉപവാസം നടത്തിയത്. ലഹരിക്കെതിരായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന സർക്കാർ ബ്രൂവറി തുടങ്ങുന്നതും മദ്യവിൽപ്പനയ്ക്കായി സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നതും നിർഭാഗ്യമാണെന്നും ഉപവാസവേദി വ്യക്തമാക്കി. മദ്യപാനത്തെ വളർത്തിയ സർക്കാർ നയങ്ങളിൽ നിന്നാണ് മയക്കുമരുന്ന് കേരളത്തിൽ ഭീഷണിയായി തീർന്നിട്ടുള്ളത്. മദ്യത്തെയും മയക്കുമരുന്നിനെയും ഒരുമിച്ച് എതിർക്കുന്നതിനും ഉൽപാദനവും വിതരണവും പരമാവധി ഉപയോഗം നിർത്തലാക്കുക മാത്രം സാധ്യമല്ല എന്നും ഉപവാസവേദി ചൂണ്ടിക്കാട്ടി. രാവിലെ 10-ന് സർവ്വമത പ്രാർത്ഥനയോടെ ആരംഭിച്ച ഉപവാസം മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് ജോഷോ ഇഗ്നാത്യോസ് ഉദ്ഘാടനം ചെയ്തു. ബൈബിൾ പറയുന്നു, മദ്യപാനി ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. ഒരു മനുഷ്യന് നശിക്കുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണമെങ്കിൽ മദ്യപാനി ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ പിന്നെ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് കുടിക്കുന്നത്? ക്രിസ്ത്യാനികൾ E.K. നായനാരുടെ ഭാഷയിൽ ഓന്റെ ആളുകളല്ലേ ഈ കച്ചവടക്കാരൻ, ഓന്റെ ആളുകളല്ലേ ഈ കുടിക്കുന്നവർ, ഓൻ വിചാരിച്ചാൽ ഇത് തീർത്തിക്കാൻ സാധിക്കില്ല എന്ന് നായനാര് ഞങ്ങളോട് ചോദിച്ചു. മനസ്സിലായി? അപ്പോൾ ഈ ഓന്റെ ആളുകള് ഇങ്ങനെയൊക്കെ പോകാൻ പാടില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ മദ്യം വിഷമാണ്, കുടിക്കരുത്, കൊടുക്കരുത്, ഉണ്ടാക്കരുത് എന്ന് ശ്രീ നാരായണ ഗുരുവിനെ പോലെ സാമൂഹിക പരിഷ്കർത്താക്കൾ ഓർമ്മിപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മുടെ ചെറുതൊഴിലല്ലേ നമ്മുടെ തൊഴില്, ഇതിനെങ്ങനെയാണ് ജീവിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, മക്കളെ, ചെത്തുന്ന കത്തി 4 മുറിച്ചാൽ ക്ഷവരം ചെയ്താൽ അഭിമാനമുണ്ടാ, നമ്മുടെ നാട് നശിക്കില്ല എന്ന് നാരായണ ഗുരു ബോധവൽക്കരിക്കുകയെങ്കിൽ മദ്യഷാപ്പുകൾ സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുക്കാനുള്ള പഞ്ചായത്തുകളുടെ അധികാരം ഉടനടി തിരിച്ചു നൽകണമെന്ന് ബിഷപ്പ് ജോഷുവ ഇഗ്നാത്യോസ് ആവശ്യപ്പെട്ടു. എലപ്പുള്ളി പഞ്ചായത്തിലെ ജനങ്ങളുടെ കുടിവെള്ളം ഊറ്റിയെടുത്ത് മദ്യമുണ്ടാക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ മാനുഷത എന്ന് പറയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ മദ്യമയക്കുമരുന്ന് വിൽപ്പന നേരിടാൻ സമരരംഗത്തുണ്ടാകണമെന്നും പൂർണ്ണ പിന്തുണ ജനങ്ങളുടെ സമരങ്ങൾക്കുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിൽ നിന്നും ഡോക്ടർ P.V. രാജഗോപാൽ, T. ബാലകൃഷ്ണൻ, K. രാധാകൃഷ്ണൻ നായർ, K.V. സുഗതൻ, ജോസ് മാത്യു, T.M. വർഗീസ്, P.A. പൗരൻ, S. ഉദയകുമാർ, ഖദീജ വർഗീസ്, P.V. യൂസഫലി, ജോൺ ജോസഫ്, ഫിറോസ് ഖാൻ, മദ്യനിരോധന പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് യച്ചേരി കുഞ്ഞികൃഷ്ണൻ, സുജാത വർമ്മ, സാജൻ ഇയച്ചേരി, പത്മിനി വിളിയോടി, വേണുഗോപാൽ, ശ്രീനിവാസൻ പുതുശ്ശേരി, ഫാദർ ടോം കിഴക്കേടത്ത്, മധുരഗാന്ധി മ്യൂസിയം ഡയറക്ടർ നന്ദറാവു വേദരണയം, ഉപ്പു സത്യാഗ്രഹ സ്മാരക വിദ്യാലയം ട്രസ്റ്റി M. ദേവരത്നം, തമ്പാൻ തോമസ് എന്നിവർ സംസാരിച്ചു.